ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫുകൾ കാണാറുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഷൻ പെട്ടെന്ന് ഗ്രാഫിക്കലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറേ ട്രിക്സാണ് ഞാൻ നിങ്ങളോട് ഇന്നിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബോഡി ഈസ് ഇൻ മോഷനാണ്. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഷൻ ഉണ്ട്. ഒന്ന്, നമ്മളതിനെ രണ്ട് ക്ലാസിഫൈ ചെയ്യാം മെയിനായിട്ട്. വണ്ണ് യൂണിഫോം മോഷൻ ആൻഡ് സെക്കൻഡ് വൺ നോൺ യൂണിഫോം മോഷൻ. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ടൈമും സെയിം ആണെങ്കിൽ അവിടെ എപ്പോഴും വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നോൺ യൂണിഫോം മോഷൻ വി ക്യാൻ അഗെയിൻ, കാരണം വെലോസിറ്റി വേരി ചെയ്യുന്നു. അപ്പം അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, അതിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യണം. അപ്പം വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകും. ചില സമയങ്ങളിൽ ആ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ 0-യിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, 2 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ്, 6 മീറ്റർ പെർ സെക്കൻഡ് എന്നാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 8, 6, 4, 2, 0. അപ്പോൾ 2 വെച്ച് ഡിക്രീസ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ ആ മൂവ്മെന്റ് ആണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഓർ യൂണിഫോംലി റിട്ടാർഡഡ്. ഈ യൂണിഫോം എന്നുള്ള വേർഡ് കേട്ടാൽ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം മോഷൻ. ഹിയർ ദ പ്രസൻസ് ഓഫ് ആൻ ആക്സിലറേഷൻ ഈസ് ദെയർ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അത് നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ്, കോൺസ്റ്റന്റ് ചേഞ്ച്. അപ്പൊ 2, 4, 6, 8 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ ഇൻക്രീസ് അല്ലെ കോൺസ്റ്റന്റ് വാല്യൂ ഡിക്രീസ്. ഇവിടെ നമ്മൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കാം. ചിലപ്പോൾ 0-ൽ നിന്ന് 2 ആയിരിക്കാം, ചിലപ്പോൾ 4 ആയിരിക്കാം, അത് കഴിഞ്ഞ് ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ 5 ആയിരിക്കാം. അൺഈക്വൽ ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്സിലറേഷൻ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യാമെന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് പറയാം അത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഓർ റിട്ടാർഡഡ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു മോഷൻ, എല്ലാ ടൈപ്പ് മോഷനും ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. ഇത് ഗ്രാഫിക്കലായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്രാഫ്. അപ്പോൾ നമ്മളെല്ലാം പല ഗ്രാഫുകൾ പഠിച്ചിട്ടുള്ളവരാണ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ഗ്രാഫുകളുണ്ട്. ഒരു പർട്ടിക്കുലർ ഗ്രാഫിലോട്ട് നോക്കിയാൽ ഇതിലെ ഏത് കാറ്റഗറിയിലുള്ള മോഷനാണെന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ സ്കൂൾ ലെവൽ തൊട്ട് ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. റെഡി? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് പല ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, കർവ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ഉണ്ട്, പല രീതിയിലുള്ള ഗ്രാഫുകളുണ്ട്. അപ്പോൾ അതൊരു ഗ്രാഫിന്റെ ജനറൽ ഐഡിയ ഞാൻ പറയാൻ പോവാം. അപ്പോൾ ഒരു ഗ്രാഫിൽ ഞാൻ ഇങ്ങനെ വരച്ചാൽ, അപ്പോൾ ഈ ഗ്രാഫ് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഞാൻ എടുത്താൽ എത്ര ഇൻക്ലിനേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ടേം മാത്തമാറ്റിക്കലി നമ്മൾ പറയുന്നതാണ് സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്തോ ടാൻ തീറ്റ എന്നറിയാം. കാരണം എത്ര ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് അറിയാൻ ഈ വെർട്ടിക്കൽ ഹൈറ്റും ഹൊറിസോണ്ടൽ ഹൈറ്റും നമ്മളെ റേഷ്യോ, അതാണല്ലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ടാൻ തീറ്റ. ഈ ടാൻ തീറ്റ ആക്ച്വലി എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ, ഞാൻ വേറൊരു ട്രയാങ്കിളോട് ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകും. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, പാരലൽ ലൈൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ സംഭവം, ഈ ടൈം എന്താ dy ആണ്, ഇതെന്തുവാ dx ആണ്. അപ്പൊ ശരിക്കും ടാൻ തീറ്റ എന്തുവാ
dy by dx ആണെന്ന് മനസ്സിലാക്കണം. ഈ d സ്റ്റാൻഡ്സ് ഫോർ ഡിഫറൻസ് ഇൻ y, dx സ്റ്റാൻഡ്സ് ഫോർ ഡിഫറൻസ് ഇൻ x. അപ്പോൾ y ആക്സിസിന്റെ ചേഞ്ചിനെ x ആക്സിസിന്റെ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് നോൺ ആസ് സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, if the graph is a straight line and inclined to the x-axis, inclined to the x-axis, you see that slope will be a constant. എന്താ കാര്യം നോക്കാൻ, ഗ്രാഫിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ തീറ്റ തന്നെയാണ് ഇവിടെയും. അപ്പൊ ടാൻ തീറ്റ രണ്ടിടത്തും എന്ത് തന്നെയാ, സെയിം ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്ന ടാൻ തീറ്റ ബിക്കംസ് എ കോൺസ്റ്റന്റ്. ആൻഡ് സെക്കൻഡ്ലി, ഇഫ് ദ ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ parallel to x-axis, that means ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, y ആക്സിസ് x ആക്സിസ്. അപ്പൊ എന്ത് പറ്റും, സ്ലോപ്പ് വിൽ ബി 0. കാര്യം എന്താ, ടാൻ തീറ്റ ടാൻ 0 ആയിപ്പോയി. ടാൻ 0 ഈക്വൽ ടു സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ. അപ്പൊ തേർഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇഫ് ദ ഗ്രാഫ് is a curve, that means not a straight line, slope is varying. അതെന്താണ് slope is varying? I shall explain why I explain slope is varying. Look, I am drawing a small graph here, y versus x. So this is a curve. Slope is varying means, look this slope. Initially I am going to draw, the slope is tangent, tan theta is tangent, and here look, I am another slope is here. Look, the value of slope is changing. That means if the graph is a curve, slope is varying. ഇത്ര കാര്യങ്ങൾ ഗ്രാഫിൽ നിന്ന് അറിയാമെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫിൻ്റെ കുറേ ഐഡിയാസ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കുറേ ഐഡിയയും കൂടെ ആയാൽ ഗ്രാഫിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഏത് ടൈപ്പ് മോഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പം ഞാനൊരു ഗ്രാഫ് ഇവിടെ നിങ്ങളെ പ്ലോട്ട് ചെയ്യാൻ പോവാം. ആ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് y വേഴ്സസ് x ആണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾക്ക് 11th പഠിക്കാനുണ്ട്. This is y is equal to mx plus c എന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമുക്ക് ഇതിന്റെ പാറ്റേണോ ഒന്നും അറിയണ്ട, mx plus c ഓ എന്തൊക്കെ ഒന്നും അറിയത്തില്ല പോലും ഗ്രാഫ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് മെത്തേഡ്. ഇവിടെ നോക്കിയേ, ഇത് നിങ്ങൾക്ക് c ആണെന്നറിയാം, m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണെന്നറിയാം, c എന്താ y ഇന്റർസെപ്റ്റ് ആണെന്ന് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, m എന്താ സ്ലോപ്പാണ്, ടാൻ തീറ്റ എന്ന് നമുക്ക് പഠിക്കുന്നുണ്ട്. റെഡി? അപ്പോൾ ഈ ഗ്രാഫ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ y c0, അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ്, ഇതാണ് y ഇന്റർസെപ്റ്റ്. ഇങ്ങനത്തെ ഐഡിയാസ് എല്ലാം നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു ഗ്രാഫ് കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിനെ ഷോർട്ട് ആക്കാൻ പോകുന്നത്, ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലെ ഇൻക്ലൈൻഡാണ്. അപ്പൊ y പ്രൊപ്പോർഷണൽ ടു x ആണ് നമ്മുടെ ഗ്രാഫ്. y പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ കണ്ടോ, y as x changes, y is also changes. അപ്പോൾ y x ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ മാത്സിൽ പഠിച്ച ഐഡിയ ആണിത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? ഈ ഇക്വേഷന്റെ പവർ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാകുന്നത്? ഹയസ്റ്റ് പവർ ഓഫ് ആൻ ഇക്വേഷൻ ആണ് അതിന്റെ ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ പവർ എത്രയാ? ഫസ്റ്റ് ഡിഗ്രി. ഇവിടുത്തെ പവർ എത്രയാ? ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഡിഗ്രി ആണ് ഇക്വേഷൻ. ഇക്വേഷൻ എന്തും ആയിക്കോട്ടെ, y പ്രൊപ്പോർഷണൽ ടു x ആണെന്ന് നമുക്ക് മനസ്സിലായി. ഗ്രാഫ് ഏത് ഡിഗ്രിയിലാ? ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ നോക്കിയേ, ഗ്രാഫിന്റെ പവർ ഫസ്റ്റ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ഡിഗ്രി, ഗ്രാഫിന്റെ ഇക്വേഷൻ ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഓൾവേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ. പോയിന്റ് നമ്പർ 1 കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പോയിന്റ് നമ്പർ 2 ആണ്.
y proportional to x square. y proportional to x square ne yx graph or xy graph will be parabola. Parabola is a curve. അപ്പോൾ ഇതെങ്ങനെ കിട്ടി? ഞാൻ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4ax പരാബോളയാണ്. അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്? ഞാൻ അതിന്റെ ഷേപ്പ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. y സ്ക്വയർ ഈക്വൽ ടു 4ax ന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ എക്സിന്റെ പവർ 1 ആണെങ്കിൽ ആ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് ഗ്രാഫ് ഇരിക്കുള്ളൂ. ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. എക്സിന്റെ പവർ ആണ് ഇവിടെ നോക്കേണ്ടത്. ഇക്വേഷന്റെ ഓൾ ഓവർ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പൊ ഇത് എക്സ് ആക്സിസിനെ ഫേസ് ചെയ്ത് നിൽക്കണം. ഇതാണ് നമ്മുടെ y സ്ക്വയർ ഈക്വൽ ടു 4ax. നോക്കിക്കേ, എക്സ് പ്രൊപ്പോർഷണൽ ടു y സ്ക്വയർ അല്ലെ y സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എക്സ് ഗ്രാഫ് പരാബോള. ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്തോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. ഇങ്ങോട്ട് നോക്ക്, y ആക്സിസിന് സിമെട്രിക് ആയിട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ? അവിടെ നോക്കിയേ, y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ, എക്സ് പ്രൊപ്പോർഷണൽ ടു y സ്ക്വയർ, എക്സ് സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു y. ഇവിടെ എല്ലാം y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ഗ്രാഫിന്റെ ഡിഗ്രി എത്രയാണ്? സെക്കൻഡ് ഡിഗ്രി. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാഫിന്റെ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയാണ്. സോറി, ഇക്വേഷന്റെ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയാണ്. ശരിയല്ലേ? ഗ്രാഫ് ഏത് ഡിഗ്രിയാണ്? ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇക്വേഷന്റെ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി, ഗ്രാഫ് ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഇവർ രണ്ടും ഒരുപോലെ അല്ല. അപ്പൊ ഉറപ്പായിട്ടും ഗ്രാഫ് കർവ് ആയിരിക്കും. അപ്പൊ എപ്പോഴാ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആവുന്നത്? ഇക്വേഷന്റെ ഡിഗ്രിയും ഗ്രാഫിന്റെ ഡിഗ്രി. നോക്ക്, ഇവിടെ പവർ 1 ആണ്, ഇവിടെ പവർ 1 ആണ്. ഇവിടെ പവർ എത്രയാ? 2. അപ്പൊ ഡിഗ്രി സെക്കൻഡ്. ഗ്രാഫ് ഏതാ? എക്സ് വൈ ആണ്. നമുക്കറിയാം ഈ ആക്സിസ് y ആണ്, ഈ ആക്സിസ് x ആണ്, ഈ ആക്സിസ് y ആണ്, ഈ ആക്സിസ് x ആണ്. അപ്പൊ ഗ്രാഫ് എപ്പോഴും എത്ര ഡിഗ്രിയില്ല? ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഇവർ ഇക്വേഷൻ ഏത് ഡിഗ്രിയാ? സെക്കൻഡ് ഡിഗ്രി. അപ്പൊ ഇവർ രണ്ടും ഒരുപോലെ ആകാത്തിടത്തോളം കാലം ഇക്വേഷൻ ഗ്രാഫിന്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും? കർവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആ കർവിന് നമ്മൾ വിളിച്ച പേരെന്താന്നേ ഉള്ളൂ? പരാബോള. ഓക്കെ, നമ്മൾ ഇതിന് ഈ ഐഡിയ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഈ ചാപ്റ്ററിലെ തന്നെ ഒരു ഫോർമുല ഞാൻ ഒന്ന് എഴുതുക. അതായത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ അത് ഈ ഇരിക്കുന്ന നമുക്കെല്ലാം അറിയാം. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ u0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും v സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s ആണ്. റെഡി? അങ്ങനെ വരുമ്പോൾ vs ഗ്രാഫ് ഏത് ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടോ? ഗ്രാഫ് ഫസ്റ്റ് ഡിഗ്രി. അപ്പം ഇതെന്തായിരിക്കണം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഫസ്റ്റ് ഡിഗ്രി ഗ്രാഫ്. ഇറ്റ് വിൽ ബി എ പരാബോള. അപ്പൊ നമ്മൾ ഏത് ഷേപ്പിലുള്ള പരാബോള ആയിരിക്കണം? ഈ രണ്ട് പരാബോള ഞാനിവിടെ. അപ്പൊ നമ്മളിവിടെ ഏത് പരാബോള ആയിരിക്കണം ഇവിടെ വേണ്ടതെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഈ ഗ്രാഫ് നമ്മൾ ഇങ്ങോട്ട് അതിന്റെ ആൻസറിൽ ഞാൻ നിങ്ങളേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നോക്കി, ഈ ഗ്രാഫ് ഏതായിരിക്കും? v സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s ന്റെ vs ഗ്രാഫ്. vs. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. നിങ്ങൾ നോക്കുക, ഇത് സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും ഇതിനകത്ത് ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരു ടേം ഉണ്ട്. ആ ടേമിന് സിമെട്രിക്കൽ ആയിട്ട് ഗ്രാഫ് ഇരിക്കുകയുള്ളൂ. എപ്പോഴും ഓർത്തോ. ഇവിടെ നോക്കിയേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിലും ഇതിനകത്ത് ഫസ്റ്റ് ഡിഗ്രി ആയിട്ടിരിക്കുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം y ആണ്. അപ്പൊ y ആക്സിസിലേക്ക് സിമെട്രിക്കൽ ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ v സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു s ന്റെ vs ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കണം? ഏത് ഗ്രാഫിലേക്കായിരിക്കുന്നത്? അപ്പൊ ഇവിടെ നോക്കിയേ, x ആക്സിസിലാണ് ഡിസ്പ്ലേസ്മെന്റ്, y ആക്സിസ് വെലോസിറ്റിയാണ്. അപ്പൊ ഇത് ഏത് ആക്സിസിലെ സിമെട്രിക്കൽ ആയിരിക്കണം? അതുകൊണ്ട് ഇങ്ങനെ. അപ്പൊ നോക്കിയേ, ഈ ഗ്രാഫ് എന്തോന്നാ? കർവായി മാറി. കാര്യം എന്താ? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഗ്രാഫ് ഏതാ? ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഉറപ്പായിട്ടും ഇറ്റ് വിൽ ബി എ പരാബോള. അപ്പൊ ഏത് ആക്സിസിലേക്ക് നോക്കിയിരിക്കണം?
ഇതിന്റെ പവർ 1 ആയിട്ടിരിക്കുന്ന ടേം ഏതാ? എസ്. അപ്പൊ എസിലേക്ക് ഇതിനെ ബെൻഡ് ചെയ്ത് തരണം. അപ്പം അടുത്ത പോയിന്റ് ഇതാണ്. വീണ്ടും വൺസ് അഗൈൻ y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ തന്നെ ഞാൻ എഴുതുന്നു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡിഗ്രി ഏതാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അങ്ങനെ y എക്സ് സ്ക്വയർ ഗ്രാഫ് എന്തായിരിക്കും? യു ഹാവ് ടു സേ. നോക്കി, ഇതിന്റെ ഡിഗ്രി എത്രയാ? സെക്കൻഡ് ഡിഗ്രി. വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതിന് നമ്മളൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. മുമ്പേ പറഞ്ഞ ഫോർമുല വി സ്ക്വയർ ഈക്വൽ ടു 2as സിൻസ് u ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ therefore വി സ്ക്വയർ ഹൈഫൻ എസ് ഗ്രാഫ് വിൽ ബി എന്താവണം? ദിസ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഗ്രാഫ് ഈസ് ഓൾസോ സെക്കൻഡ് ഡിഗ്രി, സോ ഇറ്റ് വിൽ ബി എ ഗ്രാഫ് ഈസ് എന്തായിരിക്കണം? പറയും. ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ആ ഗ്രാഫ് ഞാൻ ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ലുക്ക് വൺസ് അഗൈൻ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വി സ്ക്വയർ എസ് സെക്കൻഡ് ഡിഗ്രി, ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി, ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ലുക്ക്, ഫിഫ്ത്ത് പോയിന്റ് എന്താ? y പ്രൊപ്പോർഷണൽ ടു 1/x. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവണം, ഈ എക്സിന്റെ പവർ എത്രയാ? -1. എക്സിന്റെ പവർ 1 അല്ലാതെ ഏത് വന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുകയില്ല, കർവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ? y എക്സ് ഗ്രാഫ് എന്തായിരിക്കണം? അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എക്സിന്റെ പവർ എത്രയാ? -1. അപ്പൊ ഇതേതാ? അപ്പൊ ഇവിടെ എക്സിന്റെ പവർ -1 ആണെങ്കിൽ ഇത് ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഇവർ രണ്ടും 1 ആണെന്നല്ല, ഒന്ന് -1ഉം മറ്റേത് ഫസ്റ്റ് ഡിഗ്രിയുമാണ്. അപ്പൊ ഗ്രാഫ് എന്തായിരിക്കണം? ഹൈപ്പർബോള ആയിരിക്കണം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. വി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് സെക്കൻഡ് ഇയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജിന്റെ ഗ്രാഫ് വരച്ചാൽ, വി വേഴ്സസ് ആറിന്റെ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ, വി പ്രൊപ്പോർഷണൽ ടു 1/r. ഓക്കെ, വൺസ് അഗൈൻ XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/ωc. ആ ഒമേഗ എത്രയാ ചോദിച്ചാൽ 1/2πfc. എഫ് ഫ്രീക്വൻസി. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് പ്രൊപ്പോർഷണൽ ടു 1/f. അപ്പൊ അങ്ങനെയാണെങ്കിൽ XC വേഴ്സസ് ഫ്രീക്വൻസി, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്, എഫ് ഗ്രാഫ് എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. അപ്പം XC പ്രൊപ്പോർഷണൽ ടു 1/f. ഈ രണ്ട് ഐഡിയ നമുക്ക് സെക്കൻഡ് ഇയറിൽ നിന്ന് കിട്ടുന്നതാണ്. നോക്കിയേ, y പ്രൊപ്പോർഷണൽ ടു x, yx ഗ്രാഫ്. അപ്പൊ v പ്രൊപ്പോർഷണൽ ടു 1/r, അപ്പൊ പൊട്ടൻഷ്യൽ വേഴ്സസ് r ഗ്രാഫ്, ഹൈപ്പർബോള. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC 1/ωc ഈക്വൽ ടു 2πfc. അപ്പൊ XC പ്രൊപ്പോർഷണൽ ടു 1/r, അപ്പൊ XC വേഴ്സസ് f ഗ്രാഫ് എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. അടുത്ത ഐഡിയ ഇതേ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നോക്കണം, സിക്സ്ത് പോയിന്റ്, y പ്രൊപ്പോർഷണൽ ടു 1/x. y 1/x ഗ്രാഫ് എന്തായിരിക്കും? നിങ്ങൾ നോക്ക്, ഇവര് രണ്ടും ഒരുപോലെ, കണ്ട ഷേപ്പ് പറഞ്ഞാലും ഒരുപോലെ. ഗ്രാഫും ഇക്വേഷനും ഞാൻ മുമ്പേ ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇക്വേഷന്റെ പാറ്റേണും ഗ്രാഫിന്റെ പാറ്റേണും എന്ത് തന്നെയാ? സെയിമാ. ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വീണ്ടും അതിന് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു XC പ്രൊപ്പോർഷണൽ ടു 1/f. അങ്ങനാണെങ്കിൽ ദിസ് ഈസ് ആൻ എൻട്രൻസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ എൻട്രൻസ് ക്വസ്റ്റ്യൻ. XC വേഴ്സസ് 1/f ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, സെവൻത് പോയിന്റ് അബൌട്ട് ഗ്രാഫ്. y പ്രൊപ്പോർഷണൽ ടു 1/x². ഇക്വേഷൻ ആണ്. അതിന്റെ y എക്സ് ഗ്രാഫ് നോക്കി, ഇതും എക്സിന്റെ പവർ -2 ആണ്. എക്സിന്റെ പവർ -1 എക്സിന്റെ പവർ -2 ആയാൽ ഗ്രാഫ് വിൽ ബി ഹൈപ്പർബോളിക് ആയിരിക്കും. എക്സിന്റെ പവർ 2 ആയിട്ട് വന്നാൽ പരാബോളിക് ആയിരിക്കും. എക്സിന്റെ പവർ 1 അല്ലാതെ എന്ത് വന്നാലും ഗ്രാഫ് കർവ് ആയിരിക്കും.
അപ്പൊ നോക്കിയേ, ഇവിടെ പവർ -1 ആണ്, ഇവിടെ പവർ എത്രയാ -2 ആണ്, 1 അല്ല. അതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? കർവ് ആയിരിക്കും. ഹൈപ്പർബോള, പരാബോള, എലിപ്സ് ഇവരെല്ലാം കർവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈ പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാറുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ആർ ഹൈപ്പർബോള. ഈ ഹൈപ്പർബോള കുറച്ചും കൂടെ ബെൻഡ് വരും ഈ പ്രൊപ്പോർഷണൽ ടു 1/r². ഈ 1/r-നേക്കാളും കുറച്ചും കൂടെ ഗ്രാഫ് ബെൻഡ് ആവുന്നേ ഉള്ളൂ. അത് ഫിസിക്സിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എത്ര കൂടുതൽ ബെൻഡ് ചെയ്തിരിക്കുമെന്ന് ആരും ചോദിക്കാൻ വരത്തില്ല. ബോത്ത് ആർ കോമൺലി ഹൈപ്പർബോള.